എന്നിട്ട് സോപ്പ് മേടിക്കാത്ത സോപ്പ് എന്ത് ചെയ്യേ? അയ്യോ അതിനെ ആരും കണ്ടുപിടിക്കും? അയ്യോ കടുവ കുളിക്കുന്ന സോപ്പാണ്. അപ്പൊ നിങ്ങളെ വീട്ടിലെ കടുവരെ നിങ്ങൾ പി എ സോപ്പിലാണോ കുളിക്കണേ? അയ്യോ ആ കടുവയല്ല, എന്റെ അച്ഛൻ കടുവ, ചാക്കോ മാഷ്. ഓ, തോമസ് ചാക്ക കണ്ടുപിടിച്ച ഈ റേഡിയോയില് ആദ്യം പാട്ട് കേൾക്കുന്നത് ഈ തുളസിയായിരിക്കും. അയ്യോ അത് നടക്കും തോന്നുന്നില്ല. അതെന്ത്? ഞാൻ ഈ റേഡിയോയിൽ ബോർഡ് വെച്ചു, ഐസി വെച്ചു, സ്വിച്ച് വെച്ചു, പക്ഷെ പാട്ട് കേൾക്കണ സ്പീക്കർ മാത്രം വെച്ചില്ല. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനേ ഈ ഫോണും എന്റെ റേഡിയോയുമായി കണക്ട് ചെയ്യും. നിർത്തടാ നിന്റെയൊക്കെ ഒരു പാട്ട്. അയ്യോ മാഷോ ചാക്കോ. മാഷോ ചാക്കോ അല്ല, ചാക്കോ മാഷ്. അയ്യോ അച്ഛന് പാട്ട് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ വേറെ പാട്ട് വയ്ക്കും. നിന്റെയൊക്കെ കൂടത്തുള്ളിയത് ഇനി കൂടത്തുള്ളിയത് കൂട്ടത്തല്ലാവും. എന്റെ ഈ ട്യൂഷൻ ക്ലാസ്സിലെ അനുസരണയില്ലായ്മ, മര്യാദയില്ലായ്മ അതൊന്നും ഞാൻ വെച്ചുറപ്പിക്കാറില്ല. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മാഷേ? ഈ മാസം മുതൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസിൽ 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. സന്തോഷമായില്ലേ? അല്ല, ഇതിൽ ആർക്കാണ് സന്തോഷം? എനിക്ക്, അല്ലാതെ സന്തോഷം ആഗ്രഹിക്കാത്ത ആരാടാ ഉള്ളത്? അല്ല മാഷേ, ഈ ട്യൂഷൻ സെന്ററിൽ മാഷി ബബ്ബാന്ന് പേരിട്ടേക്കുന്നേ? അത് വിട്. നിങ്ങൾക്ക് PSC യുടെ വില ക്വസ്റ്റ്യൻ ഉണ്ടേ ചോദിക്കും. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ആരാ മാഷേ? അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ട് അവിടെ ബബ്ബ ബബ്ബ എന്ന് പേരിട്ടേക്കുന്നത്? എടി ആരെന്തു ഒന്നും അറിഞ്ഞൂടാ, അതാണ് ട്യൂഷൻ സെന്ററിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആരാടാ പോടി കടുവാന്ന് എഴുതി വെച്ചത്? ഒന്നിനെ കുത്തി കാണിക്കാതെ മായ്ക്കണ. ഈ തോമയുടെ മുണ്ടിനുള്ള അടി ഈ ബോർഡ് കണ്ടിട്ടില്ല? വണ്ടിയുടെ നെറ്റിയിലൊട്ടിക്കേണ്ട സാധനം വണ്ടിയുടെ ഡിക്കിയിലൊട്ടിച്ചോണ്ട് നടക്കണം. മാഷെ തിളക്കി കളയട്ടെ മാഷേ. തൊട്ടു പോകരുത്. ആ നിക്കറിന്റെ തൊളയെങ്കിലും നടഞ്ഞിരിക്കട്ടെ. പിന്നെ ഇത് ഊരിട്ട് വേണം സ്ഫടികപ്പൊ സ്ഫോടനായി മാറാൻ. എന്നാ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ പറയുന്ന PSC ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് ജോലി ഉറപ്പ്. പറഞ്ഞില്ലെങ്കിലാ ഈ വടി കൊണ്ട് അടി ഉറപ്പ്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. സ്വന്തം മകനെ ഉപ്പുകല്ലി മുട്ടൂത്തി ചെറുത്തിയ ആ പാവപ്പെട്ട അധ്യാപകന്റെ പേരെന്ത്? ആരാടാ അത് ക്ലാസ്സിൽ കയറാതെന്ന് ഉത്തരം പറയുന്നത്? അതാ മൈനേ മാഷേ. ഞാൻ എപ്പ ചോദ്യം ചോദിച്ചാലും ചാടിക്കയറി ഉത്തരം പറഞ്ഞോളും. ഫീസ് കൊടുക്കാതെ പഠിക്കാനുള്ള ബുദ്ധി ആയിരിക്കല്ലേ? ഫീസ് കൊടുക്കാതെ പഠിക്കാനുള്ള കാര്യമായിരിക്കല്ലേ? രണ്ടാമത്തെ ചോദ്യം, മകം വെട്ടിയ കൈയില്ലാത്ത ഷർട്ട് ഇട്ടോണ്ട് വരുന്ന ആ പാവപ്പെട്ട സാധുവായ അധ്യാപകന്റെ പേരെന്ത്? ഇതിന് കൊടുക്കാൻ വെച്ച പടത്തി ഞാൻ വിഷം വെച്ച് കൊടുക്കും. ഇതിന് കൊടുക്കാൻ വെച്ച പടത്തി ഞാൻ വിഷം വെച്ച് കൊടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3, കടുവ എന്ന് ഓമനപ്പേരുള്ള ആ പാവം സാധുവായ സാറിന്റെ പേര് പറ. ഇപ്പൊന്നും പറയല്ലേ, വാടഞ്ഞു പോയല്ലേ? പേര് പറ. ഓപ്ഷൻസ് ഉണ്ടോ മാഷേ? എനിക്കത് മാത്രമേ തരാനുള്ളൂ. ഓപ്ഷൻ നമ്പർ 1 ചാക്കോ മാഷ്. ഓപ്ഷൻ നമ്പർ 2 ആടു തോമയുടെ അച്ഛൻ. അയ്യോ ഫിഗർ മാറിയത് സുത്തിലകേഷ് ഗോപിയാ. പിന്നെ ഫിഗർ മാറിയത് അങ്ങനെ മാഷേ. ഞാൻ പറയാം മാഷേ. മിടുക്കി ചാക്കോ മാഷ്. മിടുക്കി. നിനക്ക് ജോലി ഉറപ്പ്. അപ്പൊ എനിക്കാ? ഈ ചുട്ട വടി കൊണ്ട് അടി ഉറപ്പ്. ചുട്ട വടി? എന്തോ അൽഫാം വടിയെ? ഈ വടി കൊണ്ട് അടി കൊള്ളുമ്പോ അൽഫാം പോലെ ആയിക്കോളും വിത്ത് മയോണൈസ്. അയ്യോ സാറേ എന്നെ അടിക്കില്ല, എനിക്ക് പേടിയാണ്. അയ്യോ എന്നെ അടിക്കില്ല, എനിക്ക് പേടിയാണ്. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്ന്, ഈ വടി കൊണ്ട് നല്ല ചുട്ട അടി. അയ്യോ ഓപ്ഷൻ എനിക്ക് വേണ്ട, അത് കേൾക്കുമ്പോഴേ പേടിയാണ്. നിനക്ക് രണ്ടാമതൊരു ഓപ്ഷൻ കൂടി തരാം. ഈ ഉപ്പ് കല്ലി മുട്ടൂത്തിക്കണം. അയ്യോ ഉപ്പുകല്ലി മുട്ടൂത്തിക്കണ്ട, ആ ഉപ്പ് കല്ലിട്ട് എനിക്ക് ഒരു നാരങ്ങ വെള്ളം കലക്കി തരൂ. നീ പറയുമ്പോ നാരങ്ങ കലക്കി തരാൻ ഇത് സർബത്തോടെ അല്ല, PSC ട്യൂഷൻ സെന്റർ ആണ്. നിനക്ക് മൂന്നാമതൊരു ഓപ്ഷൻ കൂടി തരാം. കഷായം
ആ കഷായം മതി കൈപ്പായാലും കുടിച്ചോളാം. അങ്ങോട്ട് മാറിയില്ല. തന്നോളൂ. അയ്യോ, അയ്യോ കഷായം അത് പറഞ്ഞിട്ട് എന്തിനാ അടിച്ചത്? ഇതാണ് കഷായം, ചൂരൽ കഷായം. അടിച്ചോ ആ, അടിച്ചോ 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 അടിച്ചോ. ഇതെന്താ എന്റെ അടിക്കൊരു ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റത്തിന്റെ അതെ, ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം അല്ല. മാഷെന്നെ അടിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അവിടെ ഞാൻ പാള വെച്ച് കെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് വല്ലാത്തൊരു ഐഡിയ ആയി പോയി കേട്ടോ. ആടിന്റെ ചന്തയിലെ ചോര കുടിക്കും. ചന്തിയിൽ അല്ല, ആടിന്റെ ചങ്കിലെ ചോര കുടിക്കും. അതാണ് ഈ ചാക്കോച്ചന്റെ രഹസ്യം. ആ ആടിന്റെ ചങ്കിലെ ചോറ് കുടിക്കുന്ന സമയത്ത് ആടിന്റെ 2 ഗ്ലാസ് പാല് കറന്ന് വീട്ടിൽ കൊണ്ട് തന്നിരുന്നെങ്കിൽ ഞാൻ ചായ ഇട്ട് കുടിച്ചേനെ. അതിന് പോലും നന്ദിയില്ലാത്തവനാണ് നീ. അപ്പൻ എന്റെ അപ്പനല്ല, തുളസിയിലപ്പനാ. വെറുതെ അനാവശ്യം പറയരുത്. പകരെ ഞാൻ ഒരു പട്ടിയെ വളർത്തുന്നുണ്ട്. പട്ടിയാ? അതല്ല, 18-ാം പട്ട തെങ്ങ് വളർത്തുന്നുണ്ട്. ആ തെങ്ങിൽ നിന്ന് ഒരു കരിക്കിട്ട് കുടിച്ചട്ടെ ഈ ചാക്കോ മാഷ് കണ്ണടയ്ക്കൂ. മണ്ടരി വാച്ച തെങ്ങിനു വെള്ളം ഒഴിക്കുന്ന ഒരു മണ്ടനാണ് ചാക്കോ മാഷ്. ഈ വെറും ഓട്ടക്കാലനാ. ഓട്ടക്കാലനെ? മറ്റേ സാധനം ഇല്ല, ആ വട്ടത്തിലൊക്കെ ഉള്ള ഓ പരിപ്പോടാ. പരിപ്പോടൽ എവിടെ നടന്ന തൊള. ആ അപ്പൊ ഉഴുന്നോടാ. അല്ല, ആ മറ്റേ പൈസക്കകത്ത് തൊളയുള്ളൊരു സാധനം. ഓ ഓട്ടക്കാലനാ. ആ കാരണയാണ് നീ. അങ്ങനാണെങ്കിൽ ഈ 18-ാം പട്ട തെങ്ങിന് ചോട്ടിന്നാവട്ടെ ഈ മകന്റെ ഒരു പിടി മണ്ണ്. ഇത് പുലിമൃഗനല്ല, സ്ഫടികമാണ്. ഈ കിളീനെ ഞാനൊന്ന് തല്ലി കൊല്ലും, നോക്കിക്കോ. അതെ, ആ മൈനെ വിളിച്ചൊന്നുമല്ല. പിന്നെ മാഷിനെ ഇവിടുന്ന് ഓടിപ്പിക്കാൻ വേണ്ടിട്ടേ ഞാൻ തന്നെയാ വിളിച്ചേ. ആണോ? ഈ കരിമ്പാറയുടെ മനസ്സുള്ള ചാക്കോ മാഷിനെ ഓടിച്ച നിനക്ക് ഞാൻ എന്ത് തരണം? ആശാന്റെ മുഖത്തിരിക്കുന്ന ഈ കറുത്ത കണ്ണട. ഒരു മിനിറ്റ്, ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് വരാം. കറുത്ത കണ്ണട എനിക്ക് വേണം. പൊടി പൊടി ഇതൂരിയ ഫിഗർ പോവും. പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ഫിഗറാ. ആരാണ് മണി അടിച്ചത്? ഓ, ഞാൻ പകുതി മൂത്രം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ വിചാരിച്ചെന്നറിയ ഉച്ചക്കഞ്ഞി കൊടുക്കുവാണെന്ന്. അയ്യോ, ഉച്ചക്കഞ്ഞി കൊടുത്തല്ല, ഇതെന്റെ അലാറം മണി അടിച്ചതാ. ഓ, വല്ലാത്ത മണിയായി പോയാട്ടോ. മാഷേ, ജോലി കിട്ടാനുള്ള വല്ലതും ചോദ്യം പറഞ്ഞോ മാഷേ? ജോലി കിട്ടാനുള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. പറ. അതിന്റെ ഉത്തരം പറഞ്ഞ ജോലി ഉറപ്പ്. കൂട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചത് ആര്? അമ്മച്ചിയാണ് ഞാനല്ല സാറേ. നിനക്കതിനുള്ള കഴിവില്ല, അങ്ങോട്ട് മാറിയില്ല. അല്ല മാഷേ, കൂട്ടിലെ മൈനാന്നല്ലോ, കാട്ടിലെ മൈനാന്നല്ലേ? കാട്ടിലെ മൈനയല്ലേ ഇതോ ഇപ്പൊ ആ കൂട്ടി വന്ന് കിടക്കണത്. ഓപ്ഷൻസ് ഉണ്ടോ മാഷേ? ഓപ്ഷൻസ് വാരിക്കൊരി തരാം. ഓപ്ഷൻ നമ്പർ 1 ചാക്കോ മാഷ്. പിടിച്ചു കേറി വാ. ഓപ്ഷൻ നമ്പർ 2 ആട് തോമയുടെ അപ്പൻ. ഇതെന്റെ ക്യാരക്ടറാ. ആട് തോമയുടെ അപ്പൻ. ഓപ്ഷൻ നമ്പർ 3 ആട് അല്ല, എടാ നിന്നെ കുത്തിയ ആളുടെ പേരെന്തോന്നറാ? മറ്റേ ബാസ്റ്റിൻ, തൊരപ്പൻ ബാസ്റ്റിൻ. ഒരപ്പൻ ബാസ്റ്റിൻ. ഒരപ്പൻ ബാസ്റ്റിൻ. ഉത്തരം പറ. അപ്പൊ ഞാൻ ഉത്തരം പറയാം. അതപ്പം തനിയെ പഠിച്ച്. കറക്റ്റ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ഒരു മൈനയെ ആർക്കും പാട്ട് പഠിപ്പിക്കാൻ കഴിയില്ല, അത് തന്നെ പഠിക്കും. നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കും, അത് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും ജോലി ഉറപ്പ്. മാഷേ, റെയിൽവേയിലാണോ ദേവസ്വം ബോർഡിലാണോ? റെയിൽവേയിലും അല്ല, ദേവസ്വം ബോർഡിലും അല്ല. നിങ്ങൾക്കുള്ള ജോലി ഞാൻ തരും. എന്ത് ജോലി? നിങ്ങൾ ആരും കാണാത്ത ഒരു 10 ഏക്കർ വാഴത്തോട്ടമുണ്ട് ഈ ട്യൂഷൻ ക്ലാസ്സിന് ബാക്കിൽ. അവിടെ നിങ്ങൾ 2 പേരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ വാഴത്തോട്ടത്തിന് വെള്ളം നനയ്ക്കണം. ഇതാണ് നിങ്ങൾക്ക് ഞാൻ തന്ന ജോലി. അപ്പൊ നമ്മളെ കാര്യം